വേഗം ചെയ്തോ. 7500 ജൂള് ഹീറ്റ് തന്നിട്ടുണ്ട്, 30 സെക്കൻഡ് ആണ് തന്നിട്ടുണ്ട്, 250 ഓം ആണ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ വാട്ട് ഈസ് ദ കറന്റ് കാണണം. ഇങ്ങനെ പ്രോബ്ലം തന്നു കഴിഞ്ഞാൽ തന്നിട്ടുള്ള സാധനങ്ങൾ എഴുതി വെക്കുക. എന്തൊക്കെയാ തന്നിട്ടുള്ള നോക്കിക്കേ. ഹീറ്റ് തന്നിട്ടുണ്ട്, H എത്രയാണ് പറഞ്ഞിട്ടുള്ളത്? 7500 ജൂൾ. 7500 ജൂൾ ഹീറ്റ് തന്നിട്ടുണ്ട്. പിന്നെ 30 സെക്കൻഡ് അല്ലേ, ദാറ്റ് ഈസ് ടൈം തന്നിട്ടുണ്ട്. ടൈം ഇസ് ഈക്വൽ ടു 30 സെക്കൻഡ്സ്. പിന്നെ തന്നിട്ടുള്ള 250 ഓം ആണ് റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട്. 250 ആണേ. 250 ഓം റെസിസ്റ്റൻസ്. നമുക്ക് എന്താ കാണണ്ടേ? കറണ്ട് അല്ലേ, ഐ കാണണം. ഐ ഇസ് ഈക്വൽ ടു എത്ര? ചോദ്യം ഒന്ന് നോക്കിക്കേ. എന്ത് ചെയ്യാൻ പറ്റും ഒന്ന് ആലോചിക്കാം. ഈസിയാണ്, ഈസി ആയിട്ട് ചെയ്യാം. നോക്കിക്കോളൂ. എന്ത് ചെയ്യണം? ഫസ്റ്റ് നോക്കിക്കേ, ഈക്വേഷൻ നമുക്കറിയാം. H ഇസ് ഈക്വൽ ടു ഐ സ്ക്വയർ ആർ ടി. എച്ച് നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്, നമുക്കറിയാം 7500 തന്നിട്ടുണ്ട്. ഇസ് ഈക്വൽ ടു ഐ സ്ക്വയർ, അത് നമുക്ക് അറിഞ്ഞുകൂടാ. റെസിസ്റ്റൻസ് തന്നിട്ടുള്ള എത്രയാ? 250 ഇൻറ്റു ടൈം എത്രയാ? 30. ഇത് ഓൾറെഡി സെക്കൻഡിലാണ് തന്നിട്ടുള്ളത്, വേറെ കൺവേർഷൻ ഒന്നും ഇല്ല കേട്ടാ. ഇനി എന്ത് ചെയ്യും? നമുക്ക് ആദ്യം ഇത് ഓരോ കാൽക്കുലേഷൻ ആയിട്ട് ചെയ്യാം. 7500 ഇസ് ഈക്വൽ ടു ഐ സ്ക്വയർ 250 ഇൻറ്റു 30 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും അറിയോ? 7500 തന്നെ കിട്ടും. ഓക്കെ, ഈ ഇൻറ്റു ആയിട്ട് കിടക്കുന്ന സാധനം ഇങ്ങോട്ടേക്ക് ഈക്വലിന്റെ ഇപ്പുറത്തോട്ട് വരുന്ന സമയത്ത് എന്തുണ്ടാവും? ഡിവിഷൻ ആവും. സോ 7500 ഡിവൈഡഡ് ബൈ 7500 ഇസ് ഈക്വൽ ടു ഐ സ്ക്വയർ. 7500 എത്ര പ്രാവശ്യം? ഒരു പ്രാവശ്യം അല്ലേ? സോ ഐ സ്ക്വയർ ഇസ് ഈക്വൽ ടു 1. ഐ സ്ക്വയർ ഇസ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ എന്ത് തന്നെയാണ്? ഐ ഇസ് ഈക്വൽ ടു 1 ആണ്. എന്തെന്ന് കിട്ടി? ഐ ഇസ് ഈക്വൽ ടു 1 എന്ന് കിട്ടിയിട്ടാ. ക്ലിയർ? മനസ്സിലായല്ലോ? ഐ ഇസ് ഈക്വൽ ടു 1 ആംബിയർ ആണ്. ഓക്കെ, ഇവിടെ നമുക്ക് യൂണിറ്റ് എഴുതിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടില്ല? മാർക്ക് കിട്ടില്ല കേട്ടോ. ശ്രദ്ധിക്കണേ. ചില ടീച്ചേഴ്സ് മാർക്ക് തരും, ചിലപ്പോൾ മാർക്ക് തരില്ല. ശ്രദ്ധിക്കുക.